ധന്യന്മാർ കുര്യാളശ്ശേരി പിതാവിന്റെ പ്രബോധനങ്ങളും യുവജനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ആസ്പദമാക്കി ജ്യോതി പബ്ലിക് സ്കൂൾ പൈക അവതരിപ്പിക്കുന്നു പ്രത്യാശയുടെ വെളിച്ചം. നീ പോരാ, ആ ഡയറ്റുകൾ നോക്കൂ, നീ പരാജയപ്പെടുകയാണ്. കെവിൻ, പണം മാത്രമാണ് ഉത്തരം നൽകുന്ന പ്രാർത്ഥന. സോഷ്യൽ മീഡിയയാണ് പുതിയ പ്രതീക്ഷ. അതിൽ തന്നെ ആയിരിക്കുക. മറ്റുള്ളവർക്കായി നമ്മുടെ വിലയേറിയ സമയം പാഴാക്കേണ്ടതില്ല. ഇതാണ് എൻ്റെ അതിജീവനത്തിന് മുദ്രാവാക്യം. രോഹൻ, എന്തിനാണ് നേതൃത്വം നൽകുന്നത്? ആരും നിന്നെ നോക്കുന്നില്ല. ബി യു. ഇത് വളരെ ഉച്ചത്തിലാണ്. ഇനി ഞാൻ ആകണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പദ്ധതിയും ഇല്ല. ഇങ്ങനെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. തിരിച്ചു വരവില്ലെങ്കിൽ എന്തിനാണ് ഞാൻ എന്റെ സമയവും ഊർജവും വെറുതെ പാഴാക്കുന്നത്? നമ്മൾ നഷ്ടപ്പെട്ട തലമുറയിൽ അതാണ് വാർത്തകളിൽ പറയുന്നത്. നമ്മളെ നഷ്ടപ്പെട്ട തലമുറ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് നൂതന സാങ്കേതിക വിദ്യയുണ്ട്, ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയയുണ്ട്. നമ്മൾ എല്ലാത്തിനും ഹാജരാകുന്നതില്ല. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു തിരിച്ചുവരവില്ലെങ്കിൽ പിന്നെന്തിനാണ് നമുക്കൊരു ലക്ഷ്യം വേണ്ടത്? കെവിൻ, നീ നഷ്ടപ്പെട്ടിട്ടില്ല. നീ നിന്റെ വേരുകൾ മറന്നുപോയി. ഈ പ്രോവിൻസ് നിർമ്മിച്ചവരുടെ മുഖത്തേക്ക് നീ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? മാർ തോമസ് കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല ചെയ്തത്, അവൻ പ്രത്യാശ പടുത്തുയർത്തുകയും ചെയ്തു. മദർ ശന്താൾ ഒരു ദൗത്യം ആരംഭിച്ചത് മാത്രമല്ല, അവൾ ഒരു ത്യാഗമായി ജീവിച്ചു. അത് 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സിസ്റ്റർ. ഒരു വെണറബിൾ അല്ലെങ്കിൽ ഒരു ദേവദാസൻ ഒരു സ്മാർട്ട് ഫോൺ കൈവശമുള്ള ഒരു കുട്ടിയോട് എന്താണ് പറയുന്നത്? 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ചിന്തകൾ പിന്തുടരുന്നതിന്റെ അർത്ഥം എന്താണ്? സാഹചര്യം മാറി, മൂല്യങ്ങൾ മാറി. ഇത്തരത്തിലുള്ള ചിന്തകളുടെ പ്രാധാന്യം എന്താണ്? ഞാൻ നിങ്ങളുടെ സ്ക്രീനുകൾ കാണുന്നു, പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങൾക്കായി തിരയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് വിശുദ്ധ കുർബാന. വെളിച്ചത്തിനൂറ്റുമുള്ള നിങ്ങളുടെ വഴി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇരുട്ട് അനുഭവപ്പെടും. ഞാൻ 100 വർഷം മുമ്പ് ജീവിച്ചിരുന്നെങ്കിലും എന്റെ ചിന്തകൾ എല്ലാ തലമുറകൾക്കും ഒരുപോലെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദരിദ്രരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സേവനത്തിൽ നിങ്ങൾക്ക് ആന്തരിക സമാധാനം കണ്ടെത്താൻ കഴിയും. സേവനത്തിനായി യേശു ഈ ലോകത്തിലേക്ക് വന്നു. അതിനാൽ അവൻ തന്റെ സേവനം യുവാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ദൃശ്യമാകും. യുവത്വം ആത്മാവിന്റെ വസന്തകാലമാണ്. നിസ്സംഗതയുടെ ശൈത്യകാലം നിങ്ങളുടെ കൈകളെ മരവിപ്പിക്കാൻ അനുവദിക്കരുത്. ലോകം മുഴുവൻ മനസ്സിലാക്കുന്ന ഒരേയൊരു ഭാഷ സേവനമാണ്. നേതൃത്വം ഒരു പദവിയല്ല, അത് മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു തൂവാലയാണ്. ഒരു യഥാർത്ഥ നേതാവിന് നയിക്കാൻ മാത്രമല്ല, യേശുവിനെ പോലെ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം കാണിക്കാനും കഴിയും. നിങ്ങളുടെ സൗന്ദര്യം ഒരു ഫിൽറ്ററിലല്ല, മറിച്ച് ഉദ്ദേശങ്ങളുടെ വിശുദ്ധിയിലാണ്. എനിക്ക്
അത് അനുഭവപ്പെട്ടു. ഒരു വ്യക്തത, ജ്ഞാനം ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു പ്രതിധ്വനിയല്ല, അത് ഇന്നത്തെ ഹൃദയമിടിപ്പാണ്. ഞാൻ ചെറുതാണെന്ന് തോന്നിയതിനാൽ സഹായിക്കാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ മദർ ഷെന്താൾ വിശ്വാസത്തോടെയാണ് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ദരിദ്രരെ സഹായിക്കാൻ ധൈര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവഹിതം അനുവദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വരും തലമുറയ്ക്ക് ഞാനൊരു മാതൃക കാണിക്കും. എനിക്കൊരു യഥാർത്ഥ ലക്ഷ്യമുണ്ടെങ്കിൽ എനിക്ക് 1000 ലൈക്കുകൾ ആവശ്യമില്ല. 1000 സഹസ്ഥാപികയായ മദർ ഷെന്താൾ പഠിപ്പിക്കുന്നത് എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം ദൈവമഹത്വം ആയിരിക്കണമെന്നാണ്. ദൈവമഹത്വം മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഞങ്ങൾ ദിവ്യകാരുണ്യത്തെ ഞങ്ങളുടെ ശക്തിയായി എടുക്കും. ഞങ്ങൾ ദരിദ്രരെ ഞങ്ങളുടെ മുൻഗണനയായി എടുക്കും. ഞങ്ങൾ കന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയുടെ ദർശനമാണ്. മുമ്പോട്ട് പോവുക, ലോകത്തെ ദർശിക്കുക.